ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് കുറേ നാളായിട്ട് ഞാൻ പറശ്ശിനിക്കടവ് അമ്പലത്തിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഈയിടെ നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുന്നിൽ ബോട്ടിംഗ് സർവീസൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറേ കാലമായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഇതെന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് വിചാരിക്കും ചില ആൾക്കാർ. അമ്പലത്തിൽ വന്നിട്ട് എന്താ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് അമ്പലത്തിൽ വരുന്ന തൊഴാൻ വരുന്നവർക്ക് ആദ്യം തന്നെ ഇവിടെ പുഴുങ്ങിയ വൻപയറും അതുപോലെ തേങ്ങാപ്പൂളും പിന്നെ ചായയും അത് കഴിച്ചിട്ടാണ് നമ്മൾ അമ്പലത്തിലോട്ട് കയറുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് വേറെയായിട്ട് സെപ്പറേറ്റ്, അതുപോലെ പുരുഷന്മാർക്ക് വേറെ സ്ഥലമുണ്ട്. ഈ പ്രസാദം ഇലകളിൽ തരും, ഗ്ലാസ്സിൽ ചായ അവിടെ ഉണ്ടാവും എടുത്ത് കുടിക്കാൻ. അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇതിന് അമ്പലത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മളിങ്ങനെയാണ് കാണുക. അമ്പലത്തിൽ ഇതിനുള്ളിൽ വീഡിയോ ഷൂട്ടിങ്ങൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ബോട്ടിംഗ് സർവീസ്. അപ്പോൾ ഇവിടെ ഒരു പുതുതായിട്ട് തുടങ്ങിയ കുറച്ച് കാലമായിട്ട് ഇവിടെ വരുന്നവർക്ക് ഊട്ടുപുരയുണ്ട്. ഊട്ടുപുര എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഭക്ഷണം കഴിച്ചിട്ട് പോകാം. ഇവിടെ എല്ലാ ഭക്തർക്കും ഭക്ഷണം ഇവിടെ ഉണ്ടാവും. നല്ല തിരക്കുള്ള സമയത്ത് അവിടെ ടോക്കണൊക്കെ എടുത്തിട്ട് വേണം കയറാൻ. ഭക്ഷണം പ്രസാദമായിട്ട് കഴിക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മളും അവിടെ അന്ന് തൊഴാൻ വന്നതാണ്. അതിനുശേഷം നമ്മൾ വിചാരിച്ചു ഒന്ന് ബോട്ടിങ് സർവീസല്ലേ, ഏതായാലും വന്നതല്ലേ, അപ്പോൾ ഒന്ന് ബോട്ടിലൊക്കെ കയറി അതിനകത്തൊന്ന് കറങ്ങാം. അതവിടെ ഒരു പാലമുണ്ട്, അവിടെ കണ്ടോ. അത് മയ്യിൽ നിന്നും ഷോർട്ടായിട്ട് നമ്മളെ പറശ്ശിനിക്കടവിലേക്ക് വരുന്ന ഒരു പാലാണ്. മയ്യിൽ, മട്ടന്നൂർ മൈ എന്നിട്ട് ഇവിടെ പറശ്ശിനിക്കടവ് അങ്ങനെ വരുന്നത്. ഇതാണ് ബോട്ട്. ഒരുപാട് ബോട്ടുകൾ ഇവിടെ നിരന്ന് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഓടിക്കുന്ന ഒരു ഭയങ്കര കണ്ടാൽ പേടിപ്പെടുത്തുന്ന ഒരു ടൈപ്പ് ബോട്ടാണ്. നമ്മൾ ഇതിലാണ് കയറാൻ ഉദ്ദേശിക്കുന്നത്. ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. കരയുടെ അടുത്ത് കഴിഞ്ഞാലല്ലേ നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ വരുന്നവരൊക്കെ എന്തായാലും തീർച്ചയായിട്ടും കുട്ടികളൊക്കെ വരുന്നവർ ഇവിടെ ഒരു ബോട്ട് സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഒരു എൻ്റർടൈൻമെൻറ്റും കൂടിയാണ്. അമ്പലത്തിൽ വരുന്നു, ഭഗവാനെ തൊഴുന്നു, അതുപോലെ പ്രസാദം കഴിക്കുന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് സമയം ഇവിടെ ബോട്ട് സർവീസിൽ ബോട്ടിൽ കയറി ഇങ്ങനെ അങ്ങോട്ട് കറങ്ങി വരാൻ പറ്റുന്നൊരു നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. ചെറിയ ബോട്ടുണ്ട്, വലിയ ബോട്ടുണ്ട് അല്ലേ. 3 പേർക്ക് 4 പേർക്ക് പോകാൻ പറ്റുന്ന സൈസ് വേറെ ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ബോട്ടൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ബോട്ടിലോട്ട് കയറി കേട്ടോ. ഇത് മകളാണ്. ഞാനും മകളും വൈഫും ഉണ്ടായിരുന്നല്ലോ. മോൻ്റെ ഭാര്യ ഇവിടെ ഇല്ല, അവർ ജോലി സ്ഥലത്താണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3 പേരായിരുന്നു പോയിരുന്നത്. ആ പാലം വളരെ ദൂരെ നിന്ന് ഒരുപാട് നീളമുള്ള ഒരു പാലമാണിത് കേട്ടോ. ഒരുപാട് കാലത്തെ എന്താ പറയേണ്ട ആഗ്രഹമായിരുന്നു ഇതിലൂടെ ഒരു പാലം വേണം. അങ്ങനെ ഒരുപാട് കാലം മുന്നേ ഇത് വന്നിട്ടുണ്ട്, കുറേ വർഷങ്ങളായി. എന്നാലും ഇപ്പോൾ ബോട്ട് സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ തുടങ്ങും. വേറൊരു ബോട്ട് അവിടെ അടുത്ത് കിടക്കുന്നുണ്ട്. ഞാൻ പിന്നെ അധികം വലിയ വീഡിയോ വേണ്ടെന്ന് വിചാരിച്ചിട്ട് ചെറിയ വീഡിയോ ചെയ്തതാണ്. കാരണം ഒരുപാട് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ടൊരു ചെറിയ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങൾ ബോട്ട് സർവീസ് കഴിഞ്ഞിട്ട് നമ്മൾ വന്നു, ബോട്ടിലൊക്കെ കയറി. അതിനുശേഷം ഇവിടെ ഇതിൻ്റെ അമ്പലത്തിൻ്റെ മുൻഭാഗത്ത് ബാക്ക് ഭാഗത്തായിട്ട് അമ്പലത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് ഫാൻസി കടകളാണ് ഇവിടെ. കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ആകെ ഇങ്ങനെ നോക്കി നിന്ന് പോകാം. അത്രയും കടകൾ, ഭയങ്കര ഒരു വല്ലാതെ ഒരു സുഖമാണ് ഇത് കാണുമ്പോൾ. സാധനം വേണ്ടുന്നവരെ വാങ്ങിക്കത്തുള്ളൂ. പിള്ളേർ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കച്ചവടമൊക്കെ ഉള്ള ഏരിയയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി വൈഫും ഭാര്യയും മോളും കൂടി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ കണ്ണൂർ വരുന്നവർ എന്തായാലും അമ്പലത്തിൽ വരാതിരിക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യാം.